മഴക്കാലത്ത് അഗ്നിബലം കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഴക്കാലത്ത് ആളുകളുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നു എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ വൈറസുകളും ബാക്ടീരിയകളും എല്ലാം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അവ നമ്മളെ ബാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് രോഗപ്രതിരോധ ശക്തി ഉള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും അവസരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ ഈ ബാക്ടീരിയയും ഈ വൈറസും ഒക്കെ പുറത്തു നിന്ന് നമ്മുടെ ശരീരത്തിൽ വരികയും രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ പ്രക്ഷാളനാധി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം എന്ന് പറയും. അതായത് നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതിൻ്റെ ഒരു ആയുർവേദീകരണമാണത്. അതായത് നമ്മൾ ചെളിയിൽ ചവിട്ടരുത്. ചെളിയിൽ ചവിട്ടിയാൽ ചെളി ദേഹത്ത് പറ്റും. ചെളിയിൽ ചവിട്ടാതെ ചെളിയിൽ നിന്ന് മാറിപ്പോകുന്നതാണ് അഭികാമ്യം എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ പ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുന്നു, പ്രാധാന്യം കൊടുക്കുന്നു. രോഗങ്ങൾ വന്നതിനു ശേഷം വൈദ്യശാലകളിലേക്കും ആശുപത്രികളിലേക്കും ഓടുന്നതിന് പകരം രോഗം വരാതെ സൂക്ഷിക്കാനാണ് ആയുർവേദം പറയുന്നത്. ഭക്ഷണത്തിന്റെ നിയന്ത്രണത്തിലൂടെ സുഖമായ ജീവിതം ഉറപ്പാക്കാം. അന്തസ്സിനു ചേർന്നതല്ല കഞ്ഞി എന്ന ഭക്ഷണമെന്ന് കരുതി അതിനെ ഒഴിവാക്കിയിരുന്നവർ ഇന്ന് പക്ഷേ പലതരം കഞ്ഞികൾ ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യപ്പെടുന്നത് നല്ല ഒരു മാറ്റമായി കണക്കാക്കാം. ആഹാരത്തിൽ ഓരോ അവസ്ഥ അനുസരിച്ച്, ഇപ്പോൾ രോഗം വരുന്ന അവസ്ഥയിലും ആഹാരം കഴിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. സാധാരണ ഒരാളുടെ ലൈഫിലും ആഹാരത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ രോഗാവസ്ഥയിൽ നമ്മൾ കഴിയുന്നത്ര കട്ടി കുറഞ്ഞ ആഹാരം, നമുക്ക് ദഹിക്കാൻ പ്രയാസം കുറഞ്ഞ ആഹാരമാണ് നല്ലത്. ദഹനത്തിന് ഇപ്പോൾ നെയ്യ് ചേർന്നത്, വറുത്ത സാധനങ്ങൾ, തൈരൊക്കെ ചേർത്ത് ഉപ്പൊക്കെ കഴിച്ച് നല്ല കൊശിയായിട്ട് കഴിക്കുന്ന ആ രീതി, അതൊക്കെ ശരിക്കും ദഹനത്തെ കുറയ്ക്കുന്നതാണ്. രോഗം വരുമ്പോൾ പഥ്യം എന്ന് പഴയ കാലത്ത് പറയുന്നുണ്ട്. പഥ്യം എന്ന് പറയുന്നത് ശരിക്കും ആ ഔഷധങ്ങൾക്ക് ഇന്ന ഔഷധം കഴിക്കുമ്പോൾ ഇന്ന പഥ്യം വേണം എന്നല്ല. ഓരോ രോഗം വരുമ്പോഴും ആ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ആഹാരത്തിൽ മാറ്റം വരുത്തും. രോഗാവസ്ഥകളിൽ കഞ്ഞി കഴിക്കാൻ വൈദ്യന്മാർ നിർദ്ദേശിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ പഴയ കാലത്തെ നാം തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആഹാരത്തിൽ ഘനമുള്ള ആഹാരം, അതായത് മണ്ടം, പേയം, വിലേവി, ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്. മണ്ടം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മണ്ടം. പേയം എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളം. വിലേവി എന്ന് പറയുമ്പോൾ കഞ്ഞിയാണ്. ശരിക്കും കുറച്ച് വറ്റും വെള്ളവും കൂടി ചേർന്നിട്ടുള്ള ഭാഗമാണ് കഞ്ഞിവെള്ളം, അത് വിലേവി എന്ന് പറയുന്നത്. പിന്നെ ഓദനം, ചോറ്. ഇങ്ങനെ ഇതിനെ തന്നെ നാലായിട്ട് നമ്മൾ എടുക്കാം. അതിൽ ആമാവസ്ഥ കൂടി നിൽക്കുന്ന അവസ്ഥ, രോഗത്തിൽ ആമാവസ്ഥ എന്ന് പറയും, ദഹിക്കാത്ത അവസ്ഥ നിൽക്കുന്ന അവസരത്തിൽ, അതായത് ജ്വരത്തിൻ്റെയും മറ്റും ആദ്യ അവസ്ഥ, ജ്വരത്തിൽ ആഹാരം വളരെ കുറച്ച് ഉപയോഗിക്കാവുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം കൊടുക്കേണ്ടത് മണ്ടമാണ്. മണ്ടം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി. അതിനുശേഷം കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടാകുന്നു, അഗ്നിദീപ്തി ഉണ്ടായി എന്ന് കാണുമ്പോഴാണ് പേയം, അതായത് കഞ്ഞിവെള്ളം കൊടുക്കുന്നത്. കുറച്ചും കൂടി ആരോഗ്യമാകുമ്പോൾ, അതായത് ജഠരാഗ്നി കുറച്ചുകൂടി കിട്ടി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ കഞ്ഞി കൊടുക്കാൻ പോലും അനുശാസിക്കുന്നുള്ളൂ, കഞ്ഞി കൊടുക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ അവിടെ ആമത്തെ വർദ്ധിപ്പിച്ചിട്ട് ജ്വരത്തിനെ വലുതാക്കും. അതുകൊണ്ട് ആഹാരത്തിൽ വളരെ ക്രമീകരിക്കേണ്ട ഒരു രോഗമാണ് ടൈഫോയിഡ് അല്ലെങ്കിൽ ജ്വരം എന്ന് പറയുന്നത്. അതിൽ പിന്നീട് ചോറ് നമ്മൾ നല്ല പൂർണ്ണ ആരോഗ്യം വന്നതിന് ശേഷമേ ചോറ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓരോ രോഗത്തെ എടുത്തു കഴിഞ്ഞാലും ഈ രോഗങ്ങൾക്കെല്ലാം തന്നെ ആമാവസ്ഥ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ പഥ്യം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു